ഇത് കണ്ട ചിലപ്പോൾ നിങ്ങളെന്നെ ചീത്ത പറയായിരിക്കും. നമ്മൾ പണ്ട് നമ്മുടെ ആ വീട്ടിൽ വെച്ചിട്ട് ഇട്ട വിത്തുകളായിരുന്നേ ബീൻസിന്റെ, നടാനൊക്കെ കരുതിയിട്ട് ഇട്ടതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വീട് മാറുകയൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് നടാൻ പറ്റില്ല. അപ്പം നമ്മൾ പാകിയ ചട്ടി തന്നെയായിട്ടല്ല ഇരിക്കുന്നത്. അപ്പം ഞാൻ തീരെ പ്രതീക്ഷ ഉണ്ടായില്ല. ഇടയ്ക്ക് നനച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ നമ്മൾ മാറ്റി നട്ടൊന്നുമില്ല, തിങ്ങി നിൽക്കാനുള്ള എന്നൊക്കെ ഓർത്തിരുന്നാലും നമ്മൾ നോക്കണ്ടായില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴുണ്ടല്ലോ അപ്പോൾ കുറേ ബീൻസ് ഉണ്ടായിക്കണോ. അപ്പോൾ എന്നാൽ കുറച്ച് പറിച്ച് തോരൻ വെക്കാമെന്ന് കരുതി. നനയ്ക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് വേറെ വളമൊന്നും കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല കേട്ടോ. എനിക്ക് സങ്കടം തോന്നുമായിരുന്നു, കാരണം മാറ്റി നടന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നടാൻ ഇവിടെ സ്ഥലമൊന്നും ഒരുക്കാനായിട്ട് അവിടെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, അവിടുത്തെ പുല്ലൊക്കെ വെട്ടിയിട്ട് വേണമല്ലോ. അപ്പോൾ അതൊക്കെ വേണമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ തവണത്തേക്ക് ഇനി എന്തായാലും ഒന്നും നടണ്ട, ഇങ്ങനത്തെ പച്ചക്കറികളൊന്നും നടണ്ട. നമ്മൾ മുളപ്പിച്ചതൊക്കെ ബീറ്റ്റൂട്ടും മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബീൻസും മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ് ഹൗസിലേക്കുള്ളതൊന്നും മുളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ നമുക്ക് എന്തായാലും ആ വീട്ടിൽ നിന്ന് മാറണമായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോണ വീട്ടിലേക്ക് എന്തായാലും ഗ്ലാസ് ഹൗസ് കിട്ടുമെന്നും ഉള്ള വീടായിരിക്കുമെന്നൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ നമ്മുടെ നാടൻ വെജിറ്റബിൾസ് ഒന്നും മുളപ്പിച്ചില്ലായിരുന്നു. നമ്മുടെ ഇവിടെ പുറത്ത് വളരാൻ വരുന്ന വെജിറ്റബിൾസ് മാത്രമേ മുളപ്പിച്ചുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, തോമാച്ചനും അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. കൂടെ കുറേ ബീൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇത് കണ്ടോ, ഇതൊരു ചട്ടിയിൽ 10-20 തൈ ഉണ്ട് കേട്ടോ. പക്ഷെ അതുമൊക്കെ അമ്മ പറിക്കാം, അങ്ങനെ പറിക്കാമല്ലോ. ഇതിൻ്റെ ഉള്ളിലും അതിൻ്റെ ഒരു തൈമ തന്നെ ഒരു 5-8 എണ്ണം വെച്ച് ഉണ്ടായിട്ടുണ്ട്. മൂത്ത് മുരടിച്ച് പോയിട്ടുണ്ട്. അമ്മ പറിക്കാം, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു വരും. കണ്ടോ, അത് ഒടിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ അപ്പോൾ ഞങ്ങളെല്ലാം പറിച്ചെടുത്തിട്ട് നമുക്ക് തോരൻ വെക്കാം. ക്യാരറ്റ് കൂടെ വെക്കാൻ എഴുതിയിട്ടിരുന്നു കേട്ടോ. പക്ഷേ ക്യാരറ്റ് ഇല്ല ഇപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ. ബീൻസ് തന്നെ തോരൻ വെക്കാം. എനിക്ക് പച്ചക്കറി നോൺ വെജ് ഇഷ്ടമാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു വെജ് തോരനും എപ്പോഴും ഒരു നിർബന്ധം കേട്ടോ. ചാറുകറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു തോരൻ വേണം. നോൺ വെജ് എന്തായാലും എല്ലാ നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, മീനോ. അങ്ങനെ ഇത്രയും കിട്ടിയിട്ടോ ഒരു കറിക്കുള്ളതുണ്ട്. തോമാച്ചനെയും തപ്പിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, വലുതായിട്ടില്ല. എന്തായാലും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടതല്ലേ, നമ്മൾ പറിച്ച് നട്ടില്ല, വളം കൊടുത്തില്ല, ജസ്റ്റ് വെള്ളം മാത്രം ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തോളൂ. വേറെ ഒരെണ്ണം കൂടെ ഓക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ അല്ലേ. താങ്ക് യു.